കാട്ടൂരിലെ PTA പ്രസിഡന്റ്, തുമ്പോളിലെ PTA പ്രസിഡന്റ്, അതുപോലെ തന്നെ ഇവിടെ മറ്റുള്ള PTA പ്രസിഡന്റുമാര്, മാരാരിക്കുളത്ത് നിന്നൊക്കെ PTA പ്രസിഡന്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രിൻസിപ്പൽസ് ഉണ്ട്, ഹെഡ് മാസ്റ്റേഴ്സ് ഉണ്ട്, എല്ലാവരെയും, അതുപോലെ തന്നെ മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളുണ്ട്, നമ്മുടെ അഭിഹിതകാംക്ഷികളുണ്ട്. അവർക്കെല്ലാവർക്കും ഒറ്റ വാക്കില് ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. പക്ഷെ ഇന്നേ വരെ നമുക്ക് എടുത്തു പറയത്തക്ക ഒരു പ്രവർത്തനവും തീരപ്രദേശത്തുണ്ടായിട്ടില്ല. തികഞ്ഞ അവഗണനയാണ് നമ്മുടെ ഈ പ്രദേശത്തോട് സർക്കാർ കാണിച്ചിരിക്കുന്നത്. ഈ തീരമാണ് ഒരുപക്ഷെ ആലപ്പുഴയുടെ ആറാട്ടുവഴി പ്രദേശങ്ങൾക്ക് ശേഷം തുടർന്ന് ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ. പ്രത്യേകിച്ച് അഴീക്കൽ, പള്ളിത്തോട്, ഒറ്റമശ്ശേരി ഇങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ ഈ സുനാമി മൂലം ഏറ്റവും കെടുതി അനുഭവിച്ച പ്രദേശങ്ങളാണ്. ഇവിടങ്ങളിലൊക്കെ ഈ ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ വളർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. പക്ഷെ ഇതൊന്നും തന്നെ കാര്യമായി ചെയ്തിട്ടില്ല. ഏതൊരു അധികാരിയോട് പറയുമ്പോഴും ഞങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഓരോരോ തരത്തിൽ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതല്ലാതെ ഒന്നും നമ്മുടെ തീരപ്രദേശത്ത് നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഞാനിത് പറയുമ്പോൾ രാഷ്ട്രീയമാണെന്ന് പറയും, അല്ലെ രാഷ്ട്രീയ നമ്മളിതിന് ഈ പ്രക്ഷോഭം വേണം ഒരു ഭാഗത്ത്, അതിന്റെ കൂടെ തന്നെ കോടതിയിൽ, ഹൈക്കോടതി കുറഞ്ഞെങ്കിലും പോയിട്ട് കാര്യമില്ല, ഹൈക്കോടതിയിൽ ഇതിനെ സംബന്ധിച്ച് ഒരു പെറ്റീഷൻ മൂവ് ചെയ്യാൻ, അതിന്റെ തലപ്പത്ത് നിൽക്കാനും ഞാനും സംഘടന ഉണ്ടാവും എന്ന് മാത്രം ഈ കാര്യത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് ഒരു അച്ഛനോട് ഞാൻ നേരത്തെ അനുവാദം മേടിച്ചിട്ടുണ്ട്. എനിക്ക് 11 സമരം ഉദ്ദേശിക്കുന്നത് ഇതേപോലുള്ള പ്രതിഷേധ മീറ്റിങ്ങുകൾ മുഴുവൻ സ്കൂളുകളിലും രക്ഷകർത്താക്കളെ വിളിച്ചു വരുത്തി നമ്മൾ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യണം. നമ്മുടെ സ്കൂൾ തലങ്ങളിൽ സമരമില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. മറിച്ച് വിദ്യാർത്ഥികളുടെ ഇടയിലും നമ്മൾ ഈ വസ്തുതകൾ നിരത്തുക, എന്നിട്ട് സമയബന്ധിതമായി ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ, സമരവും നിയമയുദ്ധവും ഇവിടെ സമന്വയിപ്പിച്ചുകൊണ്ട് മൊത്തത്തിൽ രൂപതയുടെ മുഴുവൻ തീരദേശ ജനതയെ ഉൾപ്പെടുത്തിക്കൊണ്ടു പോകണം. വായനശാലകൾ അങ്ങനെയുള്ളതൊക്കെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി 40,000 രൂപ വീതം അനുവദിച്ചായിട്ട് എനിക്കറിയാം. പെട്ടെന്നാണ് നടപടി. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന പോലെ അഴീക്കൽ ഒരു സ്കൂളിന് 1 കോടി രൂപ ഈ പറയുന്ന ഈ സർക്കാർ തന്നെ ഇവര് തന്നെ ഒരു റെപ്രസെന്റേഷൻ കൊടുത്തിട്ട് 1 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ പുറകെയാണ് ഈ 8 കോടി രൂപ മറ്റു സ്കൂളുകൾക്ക് അനുവദിച്ചത്. അപ്പൊ നമ്മുടെ ഈ പ്രതിഷേധം ശരിയായിട്ട് നിലയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഈ ജനപ്രതിനിധികളായിട്ടുള്ള ആൾക്കാർക്കും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ശ്രദ്ധയിൽ ഈ കാര്യം കൊണ്ടുവരാനായിട്ട് ആദ്യം ശ്രമിക്കണം. അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷമാണ് നമ്മൾ ഈ PTA യോഗങ്ങൾ കൂടുന്നതിനെ പറ്റി പറഞ്ഞു. PTA യോഗം കൂടണമെങ്കിൽ നോട്ടീസ് പ്രിന്റ് ചെയ്ത് കൊടുത്ത് ഈ മുഴുവൻ രക്ഷകർത്താക്കളെയും ഈ കാര്യം ബോധ്യപ്പെടുത്തിയതിനു ശേഷം പൊതുയോഗം വിളിച്ചു കൂട്ടുന്നതായിരിക്കും നല്ലത്. ഇന്ന് ഡൽഹിയിൽ ഇവരെ ഒക്കെ വിവരം അറിയിക്കണം. നിശബ്ദമായ സമരമല്ല നമുക്ക് വേണ്ടത്. നിശബ്ദമായ സമരവും വിപ്ലവ സമരവും അല്ലാത്ത സമരങ്ങളെ നമ്മൾ യോജിച്ച് വിവിധ സംഘടനകളുമായിട്ട് ചർച്ച ചെയ്തും, PTA മാത്രമല്ല വിവിധ സംഘടനകളുണ്ട് തീരപ്രദേശത്ത്, അവരുമൊക്കെ ആയിട്ട് യോജിച്ച് പുതിയ സമരങ്ങളിലേക്ക് നമ്മളുടെ ജനത്തെ നയിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. അപ്പോഴേക്കും ഈ ഉയർന്ന വരുമാനക്കാരെ ഒഴിവാക്കിക്കൊണ്ട് APL BPL തിരിച്ചല്ല, APL BPL തിരിക്കുവാണെങ്കിൽ ഇന്ന് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ അധികവും APL വന്നിരിക്കുക, ഒരു നിവൃത്തി ഇല്ലാത്തൊരു APL ലിസ്റ്റിൽ പെട്ടിരിക്കുക. അപ്പൊ APL BPL തിരിച്ചാല് മത്സ്യത്തൊഴിലാളികൾ മുഴുവൻ അവഗണിക്കപ്പെടും. അപ്പൊ അതിനേക്കാൾ ഉപരി വേറെ എന്തെങ്കിലും സാമ്പത്തിക മാനദണ്ഡം കണ്ടുകൊണ്ട്, അതായത് സാമ്പത്തികമായിട്ട് ഉന്നത നിലവാരം പുലർത്തുന്നവരെ ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ ഇതിനു വേണ്ടി ഇപ്പം ഇനിയും സുനാമി ഫണ്ട് പോലെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫണ്ട് ഇനിയും ഈ മേഖലയിൽ അനുവദിക്കും. അപ്പൊ അനുവദിക്കുമ്പോൾ അതിന് മുൻകൂട്ടി ഒരു നടപടി എന്ന നിലയിൽ ഇതൊരു സ്ഥിരം സംവിധാനമായിട്ട് ഈ രൂപതയിലെങ്കിലും, ആലപ്പുഴ രൂപതയുടെ നേതൃത്വത്തിലും നിലനിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രശ്നം ഈ സ്കൂളുകൾക്ക് പൈസ കൊടുത്ത പ്രശ്നമല്ല. അവരെ സംബന്ധിച്ച് അത് അവർക്ക് അറിയാൻ പാടില്ല. സ്കൂളുകൾക്ക് പൈസ കൊടുത്ത് അവരെ നേരിട്ട് ബാധിക്കുന്നില്ല. പകരം അവർക്ക് ഈ 300 രൂപ ഒരു കുട്ടിക്ക് കിട്ടാതെ വന്നപ്പോഴാണ്
ജനം ഇടിച്ച് സ്കൂളിലേക്ക് കയറി. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ജനം പോവുകയും ചെയ്യും, തിരിച്ചുപോയി. അവർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും. ഇതിനെതിരെ പള്ളിത്തോട്ടില് അന്ന് സമര പരിപാടികൾ നടത്തി. അഴീക്കലെ ഒറ്റമിസ്റ്ററിലെ ടീച്ചേഴ്സിന് അറിയാം. അന്ന് വലിയൊരു പ്രകടനം തന്നെ കുട്ടികളെ സംഘടിപ്പിച്ച് ഇതിന്റെ എന്ത് മാനദണ്ഡം സ്വീകരിച്ചുകൊണ്ടാണ് അത് കോടതിയെ വിളിച്ചു വരുന്നത്? കോടതി ചോദിക്കേണ്ട കാര്യം നമ്മളല്ല. നിങ്ങൾ എന്ത് മാനദണ്ഡം ഉപയോഗിച്ചു? സുനാമി ഫണ്ട് ഉപയോഗിക്കുന്നത് സുനാമി ബാധിത പ്രദേശങ്ങളിലാണ്. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ എന്ത് മാനദണ്ഡം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പണം ചെലവഴിച്ചത്? അതിന് അത് ചിലപ്പോൾ നമ്മൾ ഈ സമരപരിപാടികളും കോടതിയുമായിട്ട് ചിലപ്പോൾ ബന്ധപ്പെടുത്തിക്കൊണ്ട് നടക്കുമ്പോഴത്തേക്ക് കോടതി തീരുമാനം വരുന്നത് വരെ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. അത് തീരദേശമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു സ്കൂളിന്റെ PTA ആക്കണമെന്നുള്ള PTA വൈസ് പ്രസിഡന്റ് നിലയിൽ പറയാണ്. തീരദേശമായിട്ട് അതെ, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. അത് കൂട്ടായി ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് ഗുണകരമായിട്ടുള്ള കാര്യം തീരുമാനിക്കാം. അതുപോലെ ഒപ്പ് ശേഖരണം നമ്മൾ ഇവിടെ നടന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയതിൽ നിന്നും എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ പാദസാന്നിധ്യം വാർന്നൊഴിഞ്ഞളവ് സേതുബന്ധനോ ദ്യോഗമെന്തോടോ എന്ന് ചോദിക്കും. വെള്ളമെല്ലാം ഒഴുകിപ്പോയതിന് ശേഷം ചിറകെട്ടിയിട്ട് എന്താ കാര്യം? ഇപ്പോൾ 8 കോടി രൂപ അനുവദിച്ചു. അത് ഏതൊക്കെ സ്കൂളുകൾക്ക് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി അത് നടപ്പിലാക്കുന്ന ഇതിന് മുൻപായി അത് റിവൈസ് ചെയ്യിക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ നമ്മളൊരു നിയമ നടപടിയായിട്ട് പോകുമ്പോൾ ഈ കാലാവധിക്കുള്ളിൽ ഈ ഫണ്ട് ചിലവഴിക്കാൻ പറ്റാതെ വരും. അപ്പോൾ അങ്ങനെ പോകും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ശരിക്കും ശക്തമായി ഇപ്പം എടുത്തിരിക്കുന്ന ഈ അനുവദിച്ചിരിക്കുന്ന സംഭവം നടക്കാത്ത വിധത്തിൽ നമ്മൾ സമരം ചെയ്യണം. ഒന്നാണ്. രണ്ടാമത്തെ, ഞാൻ ഒരു പഞ്ചായത്ത് മെമ്പറും കൂടിയാണ്. എൻ്റെ വാർഡ് ഈ 500 മീറ്ററിനും അപ്പുറത്താണ്. നമ്മളിവിടെ വന്നിരിക്കുന്ന സുനാമി ഫണ്ട് വകമാറ്റി ചെലവഴിക്കുന്നതിനെതിരെയുള്ള പ്രതിഷേധ യോഗത്തിനാണ്. ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയമായിട്ടുള്ള ചിന്താഗതിയും അല്ലെങ്കിൽ അതൊന്നും നമ്മൾ ചിന്തിക്കണേ. നമ്മൾ മത്സ്യത്തൊഴിലാളികൾ അല്ലെങ്കിൽ തീരദേശ മേഖലയായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്നവർ ഒരിക്കലും അവഗണിക്കപ്പെടാൻ പാടില്ല. അതിപ്പോൾ ചിലപ്പോൾ ഹൈവേ സൈഡിലായിരിക്കും മത്സ്യത്തൊഴിലാളി താമസിക്കുന്നുണ്ട്, കടലറ്റത്ത് മത്സ്യത്തൊഴിലാളി താമസിക്കുന്നുണ്ട്. പക്ഷെ എന്ത് പറഞ്ഞാലും അവഗണിക്കപ്പെട്ട ഒരു വിഭാഗമായിട്ട് നമ്മൾ മാറിയിരിക്കുന്നു. അത് ഹൈവേ എന്ന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല, അത് നമ്മൾ പറയേണ്ട കാര്യമല്ല, അത് ഗവൺമെന്റിനോട്. പിന്നെ ഇതില് ഈ പണം പ്രൈം മിനിസ്റ്ററിന്റെ റിലീഫ് ഫണ്ട് എന്ന് വരുന്നത് കേരള ഗവൺമെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ റിസോഴ്സ് മാനേജ്മെന്റ് ഗ്രൂപ്പാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എവിടെയാണ് സമരം നടത്തേണ്ടത്? കളക്ടറേറ്റിലല്ല, താലൂക്ക് തലത്തിലാണ് നമ്മൾ ആദ്യം സമരം തുടങ്ങേണ്ടത്.